ഇടതുപക്ഷക്കാരൻ അടയ്ക്കുന്ന നല്ല ലൈബ്രറിയിലാണ് ഞാൻ എൻ്റെ ആദ്യകാലത്ത് പുസ്തകങ്ങളൊക്കെ വായിച്ചത്. എൻ്റെ വീട്ടിൽ എനിക്ക് 4ാം ക്ലാസ് ഈ വീട്ടിൽ ഈ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഹെഡ് ഗേമറിനൊക്കെ കൊച്ചുകാലത്തെ അറിയാം. ഇവരൊക്കെ വൈകുന്ന ഈ വിജയദശമി റൂട്ട് മാർച്ച് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ വീട് റോഡ് സൈഡിലാണ്. അവിടെ കയറി ഉമ്മ ഉണ്ടാക്കുന്ന കട്ടൻ ചായ, അവിടെ രാത്രി നിൽക്കാൻ തേങ്ങാപ്പൂൾ, അന്നത്തെ കാലമല്ലേ തേങ്ങാപ്പൂളുണ്ട്, അതൊക്കെ കഴിച്ച് പോകുന്ന ആളെ നമ്മുടെ നാട്ടിൽ RSS. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹെഡ് ഗേമറിനൊക്കെ അറിയാം. അപ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ഞാൻ അവിടുത്തെ നാട്ടിലെ ഇടതുപക്ഷക്കാരടുത്ത ലൈബ്രറിയിൽ പോയിട്ട് ഞാനെടുത്ത പുസ്തകം എഡ്ഗേവാറിൻ്റെ ആത്മകഥ. അന്ന് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല, പക്ഷേ എടുത്ത് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ആകെ വെറുതെ ഇപ്പം കുറച്ച് സംഭവമുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു എനിക്കൊന്ന് പോസ്റ്റ് ബാബറി മസ്ജിദ് അല്ല പോസ്റ്റ് 2000 ഈ കുറച്ചൊക്കെ ഈ പറയുന്ന പോലെ ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ തീവ്ര ഹിന്ദു സ്വഭാവം കാണിക്കുന്നു എന്ന് അവർ കരുതുന്ന സാധനങ്ങളെ അവർ മാറ്റി നിർത്താവും. അതിപ്പം അത് കുറച്ചൊക്കെ ഇപ്പോൾ ഉണ്ട്, മുമ്പുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഈ ബുക്സൊക്കെ അവൈലബിൾ ആണ്. അവർ തന്നെ ഇപ്പോൾ SFIൻ്റെ പഠന ക്ലാസ്സിലൊക്കെ എന്നോടൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊക്കെ അതിൽ നിന്ന് ഭയങ്കരമായിട്ട് ഹിന്ദുത്വ ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ വിമർശകൻ. എടാ നീ ആദ്യം വരും ആ സാധനം പുസ്തകം അവരെന്താ പറയുന്നു, അങ്ങനെയാണ് ഞാൻ വിചാരധാരയൊക്കെ എടുത്ത് വായിക്കുന്നത്. അപ്പോൾ അതങ്ങനെ നല്ലത്. അത് നിങ്ങൾ വിമർശിക്കണമെങ്കിൽ പഠിക്കണം, പഠിച്ചിട്ട് വിമർശിക്കാവുന്ന ഒരു അന്ന് രാജ്യമുണ്ടല്ലോ എറണാകുളത്ത്, രാജീവായിരുന്നു നമുക്ക് ക്ലാസ് എടുക്കാൻ വന്നുകൊണ്ടിരുന്നത്. അല്ല, നമ്മളിപ്പം പല യൂണിവേഴ്സിറ്റികളിൽ ഇപ്പം പോവുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മളെ ചുമർ ചിത്രങ്ങൾ ഒക്കെ കാണുന്നത് പല ഭഗത് സിംഗിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെഗുവേരയുടെ ഒക്കെയാണ്. അവിടെയൊന്നും സ്വാമി വിവേകാനന്ദനും അത്തരത്തിലുള്ള ആളുകളൊന്നും വരുന്നില്ല. അപ്പം അത് അതാണ് ഞാൻ ചോദിച്ചത്. അത് നമ്മൾ JNU ABVP-ക്കാരും SFIക്കാരും ഒരേപോലെ വരയ്ക്കുന്ന 3 ചിത്രങ്ങളുണ്ട്. പിന്നെ ആസാദ്, ചന്ദ്രശേഖർ ആസാദ്, വിവേകാനന്ദൻ, പിന്നെ ഭഗത് സിംഗ്. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഇവർ 3 പേരും ഒരുമിച്ച് വരച്ചു നോക്കും. ഇവിടെ ഭഗത് സിംഗിന് കുറച്ചുകൂടെയൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ജൈവികമായി ഇത് മനസ്സിലാക്കാൻ ശേഷിയുള്ള ബുദ്ധിജീവികളുടെ ഒരു കുറവുണ്ട്. അതിപ്പം ഈ പറയുന്ന സ്വത്വവാദത്തിനൊക്കെ ഇമ്പോർട്ടൻസ് വന്നതോടുകൂടിയിട്ട് എങ്ങനെ നമുക്കൊരാളെ ഫാസിസ്റ്റ് ആക്കാമെന്ന് എങ്ങനെ BJP-നും RSS-നും കേരളത്തിൽ വളർത്താം എന്ന് നമ്മളെ ആളുകൾ ഗവേഷണം നടത്തുന്നത്. അതിൻ്റെ ഒരു ഫലമുണ്ട്. എങ്കിൽ പോലും അങ്ങനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പുസ്തകമാണ്, പെട്ടെന്ന് ഓർമ്മ വന്നൊരു എഴുത്തുകാരനാണ് OV വിജയൻ. അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം മാതൃഭൂമി ബുക്സാണ് നമുക്ക് പുറത്തിറക്കിയത്. അതിൻ്റെ ആ ബുക്ക് തന്നെ ഹൈന്ദവനും അതിഹൈന്ദവനും എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അതിലെ ആദ്യത്തെ ലേഖനത്തിൽ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവൻ അതിഹൈന്ദവനെ താഴെ ഇറക്കണം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ വലിയ പ്രശ്നത്തിലാവും. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അതിനെ എനിക്കും പറയാം, മുസ്ലിങ്ങളെ അതിമുസ്ലിങ്ങളെ പുറത്തു വെക്കണം. ശരിയല്ലേ? ഈ എല്ലാം അതി കൂടിക്കഴിഞ്ഞാൽ പറയും. പഞ്ചസാര വളരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. എനിക്കാണെങ്കിൽ പാരമ്പര്യം അങ്ങനെ ഷുഗർ അങ്ങനെ ഒരു കാര്യമില്ലാത്ത. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ കോവിഡ് സമയത്ത് പണ്ട് ബോക്സിങ് കുറച്ച് പഠിച്ചിരുന്നു. അതിനും കൂടി ഡയറ്റിങ് ഒക്കെ തുടങ്ങി. ഭക്ഷണം ഭയങ്കരമായിട്ട് എനിക്ക് രസമാണ്. മൈക്കിൾ ജാക്സനെ പോലെ അങ്ങനെ ഭയങ്കര മെലിഞ്ഞിരിക്കാന്നുണ്ട്. അപ്പോൾ ഈ സിവിൽ സർവീസ് പഠിക്കുന്ന സമയത്ത് കുറച്ച് ബോഡി ഷേപ്പൊക്കെ മോശമായി. കാരണം 18 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കണമല്ലോ. അങ്ങനെയാണ് കുറച്ച് മോശമായത്. അങ്ങനെ കോവിഡ് സമയത്ത് തുടങ്ങി ഈ ശീലം ഞാനിങ്ങനെ കൊണ്ടുപോയി. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടൊക്കെ ഈ നന്നായി സർബത്ത് ഒരു നമ്മളെ വീക്ക്നെസ്സാണ്. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരം സാധനങ്ങൾ മേടിക്കുന്ന കടയിൽ നല്ല നന്നായി സർബത്ത് ഇട്ടായിരുന്നു. ഞാനെന്ത് ചെയ്തു, 3 നേരം ഇതങ്ങ് കഴിച്ചു തുടങ്ങി. എൻ്റെ ഷുഗർ ഷൂട്ടപ്പ് ചെയ്തു. അതേപോലെ എല്ലാം കൂടിപ്പോയ പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വാശി, നമ്മളെ കുടുംബത്തിൽ ആർക്കും ഷുഗറൊന്നും ഇല്ലല്ലോ, പിന്നെ നമുക്ക് ഷുഗറിന് അവർക്ക് മോശമല്ലേ. അത് ഞാനിപ്പോൾ എല്ലാം സർബത്തെ ഒഴിവാക്കി. അതേപോലെ ഒന്നും കൂടുതലായാൻ പാടില്ല. കൂടുതലായി പോയാൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറിപ്പോയി. ഞാൻ നിന്നെ കുറേ അങ്ങനെ ഈ വിജയിൻ്റെ പടത്തിൽ കണ്ടില്ലേ, വിജയിൻ്റെ പേര് ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ വിളിച്ച് വെച്ച അവസാനം വിജയ് ഏതാണ്, വിജയ് എന്നുള്ള നടൻ ഏതാണെന്ന് അറിയാം. ഇപ്പം സുരേഷ് അണ്ണന് ഈ പ്രശ്നമുണ്ട്. സുരേഷ് അണ്ണന് ശരിക്കും സുരേഷ് ഗോപി വളരെ നൈവായിട്ടുള്ളൊരു മനുഷ്യനാണ്, വളരെ ജെന്റിൽമാനാണ്. ഈ ഭരചന്ദ്രൻ സിനിമ ചെയ്തതിനു ശേഷം മൂപ്പരും ഭരചന്ദ്രനാണ്. അങ്ങനെ വലിയ പ്രശ്നമാണ് ഈ ഇസ്ലാമോഫോബിയ. അത് യഥാർത്ഥത്തിൽ നിർമ്മിക്കുന്നത് മുസ്ലിങ്ങൾ തന്നെയാണോ? അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം ആണ്. മറ്റുള്ളവർ കുറ്റം പറഞ്ഞ് വലിയ ആയിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു പ്രശ്നം, നമ്മളെ മതം തുടങ്ങിയൊരു 300 വർഷം കൊണ്ട് തന്നെ നമ്മൾ ഏതാണ്ട് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി. ഈ 1ാം ലോക മഹായുദ്ധം വരെ നമ്മൾ അങ്ങനെ തന്നെ നിന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 പ്രശ്നങ്ങളുണ്ട്. ഈ സെമറ്റിക് ഗ്രന്ഥങ്ങൾ അവസാനം വന്നത് നമ്മളെ ഗ്രന്ഥമാണ്. ഒന്നത് ഇതിനെല്ലാമുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എടുത്താണ് ഇപ്പോഴത്തെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അറബികളുടെ കുറേ ട്രഡീഷൻ അതിൻ്റെ ഭാഗമായിട്ട് വന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വന്ന ഉടനെ തന്നെ വിജയമാണ് നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അള്ളാഹിൻ്റെ സ്വന്തം ആളുകളാണെന്ന വിശ്വാസം നമ്മളിൽ വളരെ ശക്തമായി. ഈ 1ാം ലോക മഹായുദ്ധം വരെ ഇത് തന്നെയാണ് പ്രശ്നം. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആ ഒരു മാറ്റം വന്നിട്ടില്ല. നമ്മുടെ നാട്ടിൽ മുസ്ലിംസ് ഇപ്പോഴും ഡോമിനൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ തന്നെയാണ് പിന്നെ കച്ചവടം, അല്ല മലബാറിലൊക്കെ ആണെങ്കിൽ
ബിസിനസ് ഈ രംഗത്ത് എല്ലാവർക്കും തന്നെയാണ് മുൻകൈയുള്ളത്. അപ്പോൾ ഇത് പുറംലോകമായിട്ടുള്ള ബന്ധം വളരെ കുറവാണ്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറയുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം അതിൽ വരും. നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറയും, മറ്റുള്ളവരോട് പുച്ഛം വരും. ഇത് നമുക്ക് മാത്രമല്ല, നമ്മളിവിടെ 3 ആളുണ്ടല്ലോ, ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ, ജൂതന്മാർ, നമുക്ക് 3 പേർക്ക് ഈ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹിന്ദുസിനിടെ ബ്രാഹ്മൺസിനുണ്ട് ഈ പ്രശ്നം, പക്ഷെ അവരെ പുറത്ത് അറിയില്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ആളുകളാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം നിങ്ങൾ അറിയാതെ ആ സൊസൈറ്റി അങ്ങ് മാറിപ്പോകും. അപ്പോൾ നമ്മളെ ആളുകളുടെ ഡ്രസ്സ് കണ്ടാൽ തട്ടിടുമ്പോൾ സ്വാഭാവികം നിങ്ങൾ എടുത്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഈ ബ്രാഹ്മൺസിൻ്റെ ഒരു പ്രത്യേക അയ്യങ്കാർ കുറിയെ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഹിന്ദുസ് ഉണ്ട്, ഇവിടെ ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, നമ്മളൊന്നും ആ ചിഹ്നം ആ രീതി ഡോമിനേറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വേറൊരാളാണെന്നുള്ളൊരു ഫീല് മറ്റുള്ളവർക്ക് കൊടുക്കും. അതൊന്നും ചെയ്യാൻ പറ്റില്ല, മതത്തിൽ പറഞ്ഞ കാര്യമായിരിക്കും. പോട്ടെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ ആറ്റിറ്റ്യൂഡ് കൂടിയാണ് നമ്മളാണ് പൂർണ്ണമായ ശരി. നമ്മളായിരുന്നു പൂർണ്ണമായ ശരി 600 വർഷം മുമ്പ്, അല്ല 600 അല്ല 1400 1500 വർഷം മുമ്പ് നമ്മൾ ശരിയായിരുന്നു, ശരിയാണ്, പൂർണ്ണമായ ശരിയല്ല എങ്കിൽ പോലും കുറച്ച് അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു മറ്റ് സെമിറ്റിക് മതങ്ങൾ വെച്ച് നോക്കും. പക്ഷേ അതിനുശേഷം ലോകം ഒരുപാട് മാറി, ജൂതന്മാർ ഒരുപാട് മാറി, ക്രിസ്ത്യാനികൾ ഒരുപാട് മാറി, ക്രിസ്ത്യാനിയുടെ ഇടയിൽ റിഫോർമേഷൻ വന്നു. ഹൈന്ദവ സമുദായത്തിൽ നാരായണ ഗുരുവിനെ പോലെയും അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികളെ പോലുള്ള നവോത്ഥാന നായകന്മാർ വന്നു. ആ ഹിന്ദുമതം എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. അപ്പം മാറിയപ്പോൾ നമ്മൾ മാറാതെ നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞു നിൽക്കുന്നത് നമ്മൾ റിഫ് ആൻഡ് വിങ്കിളായി പോകുന്നതാണ്. നമ്മുടെ ഈ റിഫ് ആൻഡ് വിങ്കിൾ ആറ്റിറ്റ്യൂഡ് അതിനൊരു കാരണമാണ്. നമ്മുടെ ഈ വീക്ക്നെസ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ ചൊന്നാൽ മുസ്ലിംസ് പ്രതികരിക്കും, അവിടെ തട്ടത്തിൽ ചൊന്നാൽ അവർ പ്രതികരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചൊറയും ചെയ്യും. ചൊറയുമ്പോൾ ഇവർ മാന്തി കയറാൻ വരും. അപ്പോൾ ഇതിങ്ങനെ കൂടി വരും. ആദ്യം നിങ്ങൾ സ്വയം മനസ്സിലാക്കണം എവിടെയാണ് തെറ്റ്. നീ എന്നെ കുറ്റം പറയുമ്പോൾ നിന്റെ തെറ്റെന്നാണ് നീ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്തു എന്ന് ചിന്തിക്കാനുള്ള അവകാശം നിനക്ക്. ഇതെനിക്ക് എൻ്റെ മൗലിക അവകാശമാണെന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് നാഷണൽ സോങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പാടാൻ ചിലവർക്ക് സൗകര്യമില്ല എന്ന് അവർ പറയുന്നു. സമാജ്വാദി പാർട്ടിയുടെ MLA ഒക്കെ അത്തരത്തിലുള്ള അഭിപ്രായം. നമ്മൾ മുസ്ലിം വോട്ടവിടെ നിന്നായി അതുകൊണ്ട് അല്ല, ഈ ഞാൻ ചോദിക്കുന്നതാണ്, എന്താണ് വന്ദേ മാതരം പാടിയാൽ ഇസ്ലാമിന് അല്ലെങ്കിൽ മുസ്ലിമിന് എന്ത് സംഭവിക്കും? അത് അല്ലാതെ വേറെ ഒന്നും നമ്മൾ ബന്ധിക്കാൻ പാടില്ല എന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ അല്ല, അത് നിർമ്മിച്ചതിന് കോൺഗ്രസിന് വലിയ പങ്കുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം പറയുകയുണ്ടായി, അതിലെ ചില വരികൾ ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് എടുത്തു മാറ്റി കളഞ്ഞു. അല്ല, അത് ജവഹർലാൽ നെഹ്റുക്ക് ജനിക്കുന്നതിന് മൂപ്പര വാപ്പ ഉണ്ടായിരുന്നല്ല, മോത്തിലാൽ നെഹ്റു. അങ്ങേരെ വാപ്പ ഉണ്ടായ ഗിരിധർ നെഹ്റു. ആ കാലത്ത് ഉണ്ടായൊരു വിവാദമാണ്. വിവാദം എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേദികളിൽ വന്ദേ മാതരം പാടുമ്പോൾ നമ്മളെ മുസ്ലിങ്ങൾക്ക് അത് പിടിച്ചില്ല. അവർ നമ്മളല്ലാതെ വേറെ നമിക്കാൻ പാടില്ല. അത് വലിയ വിവാദമായി. മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനത്ത് മാറുന്നു. അങ്ങനെ കോൺഗ്രസിൻ്റെ വേദികൾ വലിയ രീതിയിൽ അത് ഉപയോഗിക്കില്ലായിരുന്നു. പിന്നെ ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്തൊക്കെയാണ് പിന്നെ വലിയ രീതിയിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദേശീയ ഗാനം എന്ന രീതി വന്ദേ മാതരമായിരുന്നു വേണ്ടത്. പക്ഷേ നമ്മൾ ജോർജ് രാജാവിനോ മറ്റോ സ്തുതിയായിട്ട് എഴുതിയ ജനഗണ മനയാണ് നമ്മുടെ ദേശീയ ഗാനമായിട്ട് വന്നത്. പിന്നെ നമ്മുടെ നാടിനെ പറ്റിയാണ് രവീന്ദ്രനാഥ് ടാഗോറാണ് എഴുതിയ, നോബൽ ലൂറിയേറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ, ഫൈൻ. വന്ദേ മാതരത്തിന് ആ ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഒരു ഇപ്പം മുലായം സിംഗിന് ഇതൊന്നും പ്രശ്നമായിട്ടൊന്നല്ല. അവിടെ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ട്. അവരിപ്പോഴും ആ ഒരു ചിന്താഗതിയിൽ അവരങ്ങനെ വെച്ചിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ ആ ചിന്താഗതി മാറ്റാൻ ആ സമുദായത്തിൻ്റെ നേതാക്കന്മാർ അവരെ വോട്ട് ബാങ്ക് ആക്കി വെച്ച് കളിക്കുന്ന ഈ ഗുണ്ടാ നേതാക്കന്മാർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക നിന്താന്ന് അവർക്ക് തോന്നുന്നു. അവർക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവരെ വോട്ട് ബാങ്കിൻ്റെ അത് ഇമ്പാക്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ നിലപാടെടുക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു താങ്കളൊരു റിഫോംഡ് ആയിട്ടുള്ളൊരു മുസ്ലിമാണ്, അതിൽ അഭിമാനിക്കുന്ന ഒരാളാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകരൊക്കെ ഈ റിഫോർമേഷൻ നടത്താനായിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ ഈ മുസ്ലിംസിനിടയിൽ റിഫോർമേഷൻ നടത്താനുള്ള ശ്രമങ്ങൾ അത് കുറഞ്ഞു പോയിട്ടില്ല യഥാർത്ഥത്തിൽ? അത് വലിയ രീതിയിൽ മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ ഈ പറയുന്ന BJP സെൻട്രലിൽ വന്നതോടുകൂടി, ഗുജറാത്ത് കലാപത്തോടുകൂടി BJPനെ കാണിച്ചെല്ലാം പേടിപ്പിച്ച് നിർത്തി. അങ്ങനെ BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയെ മുസ്ലിങ്ങളെ വീങ്ങാൻ നിൽക്കാമെന്നുള്ള തോന്നൽ വന്നുകൊണ്ട് ഈ പേടിയിൽ നിന്ന് മുസ്ലിംസ് വൻതോതിൽ ഈ റിഫോം മൂവ്മെന്റ് എന്നുള്ള പ്രൊജക്റ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അവിടെ ഈ പറയുന്ന ഇസ്ലാമിസ്റ്റ് എലിമെന്റുകൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. പക്ഷേ ഈ റിഫോം മുന്നോട്ട് പോകും. ഞാൻ കഴിഞ്ഞ ഉമ്മായുടെ പറയുണ്ടായി, എൻ്റെ ഉമ്മാക്ക് ചിലപ്പോൾ എൻ്റെ വർത്തമാനം പിടിക്കില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റേജിലുള്ള സംസാരമാണല്ലോ. ഉമ്മാൻ്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലായിരുന്നു. അത് ഏത് മൂവ്മെൻറ്റ് അമ്മക്ക് അറിയില്ല. എനിക്കറിയാം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റാണ്, 30-ലാണ്. ഉമ്മാൻ്റെ വിചാരം 1921 ആണ്. അപ്പോൾ 21 കലാപത്തെ മാപ്പിള കലാപം എന്ന് വിളിക്കുന്നത് ഉമ്മാക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാനെന്താ പറഞ്ഞപ്പോൾ ഉമ്മ ഇങ്ങനെ പറഞ്ഞു, നീ ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ആളുകളും കേൾക്കില്ല. ഞാൻ പറഞ്ഞു, ഉമ്മ വല്യാപ്പ സ്വാതന്ത്ര്യ സമരത്തിൽ ഇറങ്ങിയ സമയത്ത് അവരെല്ലാം നമ്മളെ ഒറ്റപ്പെടുത്തിയല്ലായിരുന്നു. ഇപ്പോൾ അവർ സ്വാതന്ത്ര്യ സമരം ഭരണഘടന നമ്മളെ കേട്ട് അവരല്ലേ പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ മരിച്ചു വരും നാളെ ഉമ്മാർ പറയും. അപ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് ചിരിക്കാൻ തോന്നും.
ഇത് ഇത്തരത്തിലുള്ള ഒരു റിഫോർമേഷൻ എന്താണ് സംഭവിക്കാത്തതിന് കാരണം ഈ മതഗ്രന്ഥത്തിന് വലിയ പങ്കുണ്ടോ? മതഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനത്തിന് മീൻസ് ഈ മതഗ്രന്ഥങ്ങളൊക്കെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ബേസിക്കലി അതാത് കാലത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. ഇത് അറേബ്യൻ ചുറ്റുപാടിൽ വന്ന നമ്മൾ ജാഹിലിയ കാലഘട്ടം എന്ന് ഞങ്ങൾ വിളിച്ച് ഏറ്റവും മോശമായ ഒരു കാലഘട്ടത്തിൽ വന്നൊരു സംഭവമാണ്. അത് അത്ര ജാഹിലിയ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വളരെ എമിനൻ്റ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്ന, കവികളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അവർക്കിടയിൽ റിഫോം കൊണ്ടുവന്നാണ് മുഹമ്മദ് നബി. അത് മുഹമ്മദ് നബിയുടെ വെളിപാടുകൾ അദ്ദേഹം അള്ളാഹ് എന്ന് പേരിലാണ് അവതരിപ്പിക്കുന്നത്. അത് അള്ളാഹ് വഴി അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടുകളാണ് അദ്ദേഹം വിശ്വസിക്കുന്നു. ഓക്കെ, വിശ്വസിച്ചോട്ടെ, നമ്മളത് വിശ്വസിക്കുന്നു, അങ്ങനെ തന്നെ കിടക്കട്ടെ. പക്ഷേ പിന്നീട് ഇതെല്ലാം തന്നെ കോഡിഫൈ ചെയ്യപ്പെട്ട കാലഘട്ടം തന്നെ മുഹമ്മദിക്ക് ശേഷമുള്ള അധികാര തർക്കത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പം ഈ ജാഹിലിയ കാലഘട്ടത്തിൽ നെഗറ്റീവായിരുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാ തരത്തിലുള്ള മതഗ്രന്ഥങ്ങളും കോഡിഫിക്കേഷൻ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ മതത്തിൽ പൊതുവെ മനുഷ്യന് നന്മ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഉയർന്നു പിടിക്കുകയും അതിനെതിരായി മനുഷ്യനും വിരുദ്ധമായി വരുന്ന കാര്യങ്ങൾ നമ്മൾ തള്ളി പറയുന്നത്. അത് കാണിക്കാനുള്ള ആർജവം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അല്ലെങ്കിൽ മതഗ്രന്ഥത്തെ പൂർണ്ണമായി പറഞ്ഞ് ഇത് മാത്രമാണ് ശരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും? അത് ആ മതഗ്രന്ഥത്തെ നശിപ്പിക്കലാണ്. അതാണ് കാലാകാലമായിട്ട് മിക്ക മതഗ്രന്ഥങ്ങളിലും ഇപ്പം എല്ലാ ഈ പറയുന്നതിനെ മാതിരി മതമൗലികവാദികൾ ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരിക്കലും അതിനെ രക്ഷപ്പെടാൻ ഒരു സെക്യുലർ സമൂഹം പൂർണ്ണമായിട്ടും രൂപപ്പെടണമെങ്കിൽ ചെറുപ്പം മുതലേ മതം പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കണ്ടേ? എന്നും ഞാനും ചെറുപ്പം മുതലേ മതം പഠിച്ചു. ഞാൻ സെക്കുലറല്ലേ. അത് നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കുന്നു? നിങ്ങളുടെ വീട്ടിൽ അന്തരീക്ഷം ഒരു ഘടകം. ആ പശ്ചാത്തലം എന്നല്ല, എൻ്റെ വീട്ടിൽ അന്തരീക്ഷമാണ്. ഞാൻ പറഞ്ഞല്ലേ, മദ്രസ പഠിച്ചിട്ടുണ്ട്. മദ്രസ പഠിച്ചിട്ട് ഈ പഠിപ്പിക്കുന്നവർക്ക് വലിയ ധാരണമൊന്നുമില്ല. കാരണം ഇവന്മാർ ഈ പറഞ്ഞ ജാഹ്ലിയ ഈ പറയുന്ന ഉസ്മാൻ ഖലീഫയുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ഈ സാധനം അങ്ങനെ തന്നെ പഠിപ്പിക്കുകയാണ്. അതിന് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകാൻ അവർക്ക് ശേഷിയില്ല. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ വീട്ടിൽ ഇത് പഠിപ്പിക്കുമ്പോൾ അത് വിവിധ വ്യാഖ്യാനങ്ങൾ വാപ്പയമ്മയും പറഞ്ഞു തരുന്നു. അതുകൊണ്ട് എനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടില്ല. മതം ഒരു പ്രോബ്ലം ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഗ്രന്ഥം കെട്ടിപ്പിടിച്ച് അതിൽ പറയുന്ന ആ രീതി ഒരു പ്രത്യേക രീതിയിൽ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുമ്പോഴാണ്. ഇപ്പോൾ ഇസ്ലാമിൽ എത്ര വിഭാഗങ്ങളുണ്ട്? അഹമ്മദിയ വിഭാഗങ്ങളെ നമ്മളാളുകൾ കാഫറിങ്ങളായിട്ട് അംഗീകരിക്കുന്നു. അടുത്തവരെ നമ്മൾ മുജാഹിദ് വിഭാഗങ്ങളെ കാഫറിങ്ങളായിട്ടാണ് കാണുന്നത്. മുജാഹിദുകൾ നമ്മളെ കാണുന്നത് ഹിന്ദുക്കളായിട്ടാണ്. എന്ത് ചെയ്യാൻ പറ്റും? പോയി പണി നോക്കാൻ പറയാം. അവൻ്റെ കയ്യിൽ നിങ്ങൾ എന്താണ് എന്നുള്ളതാണ്, നിങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പക്ഷെ അത് ഇപ്പൊ ലോകത്ത് മുഴുവൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പേരിൽ കലാപം നടക്കുന്നില്ലേ? ഇപ്പൊ നമ്മൾ നൈജീരിയയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ബോക്കോ ഹറാം എന്ന് പറഞ്ഞൊരു വിഭാഗം. അല്ല, ഈ കലാപം എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായി വരുന്നത്. ഇവനൊക്കെ ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഇസ്ലാമിക സാമ്രാജ്യം ഇല്ലാതായത് എങ്ങനെയാണ്? ഇവർ പരസ്പരം അടിച്ചിട്ടല്ലേ? ഷിയാക്കളും മുസ്ലിങ്ങളും പരസ്പരം അടിച്ചു. ജൂതന്മാർ തുർക്കി രാജാവിനെ കണ്ട് നമ്മളെ സഹായിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ അറബി സഹോദരന്മാരെ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? നിങ്ങളെ ഷെരീഫ്, മക്കയിലെ ഷെരീഫ് എന്നിട്ട് ഈ പറയുന്ന ജൂതന്മാർ ആരെ പോയി കണ്ടു? ബ്രിട്ടീഷുകാരെ കണ്ടു. നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് രാജ്യം ഉണ്ടായി തരണമെന്നോ പലസ്തീനിൽ. ബ്രിട്ടീഷുകാരെ നോക്കി നമ്മൾ സഹായിക്കാം. എന്നിട്ട് അത് പറഞ്ഞ് ബ്രിട്ടീഷുകാരെ ഞങ്ങളെ മക്കയിലെ ഷെരീഫ് പറഞ്ഞാൽ ഞങ്ങളെ ശബരിമല തന്ത്രി രാഹുൽ ഈശ്വറിൻ്റെ കുടുംബം. അപ്പോൾ അങ്ങേര് ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പറഞ്ഞ ബ്രിട്ടൻ യുദ്ധത്തിൽ സഹായിച്ചത്. അതാണ് ലോറൻസ് ഓഫ് അറേബ്യ എന്നുള്ള പുസ്തകം സിനിമയും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് മതം അപ്പോൾ ആണെങ്കിൽ ഇസ്രായേൽ രാജ്യം സ്ഥാപിച്ച് സഹായിച്ചാരാ? സൗദി അറേബ്യക്കാർ, ഹൗസ് ഓഫ് സൗദ്. അപ്പോൾ ഈ മതത്തിന് നിങ്ങൾ അങ്ങനെ കുറ്റം പറയും. ഇതൊക്കെ ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. ഇവിടെ ടിപ്പു സുൽത്താനെതിരെ ബ്രിട്ടീഷുകാർ യുദ്ധം ചെയ്യുമ്പോൾ കർണാടകയിലെ നവാബും ഹൈദരാബാദിലെ നവാബൊക്കെ ആരാ സഹായിച്ചത്? ബ്രിട്ടീഷുകാരാ സഹായിച്ചത്. അവരുടെ നിലനിൽപ്പായിരുന്നു പ്രധാനം. അതുപോലെ ഈ ഇയാളുണ്ടല്ലോ, ഈ ടിപ്പു സുൽത്താനെ കേരളം ആക്രമിക്കാൻ വിളിച്ചാരാ? ആ പാലക്കാട് ഉണ്ടായത് ജന്മിയാണ്, ഹിന്ദു ജന്മിയാണ്. അല്ല, ഇപ്പം ഈ ഞാൻ ചോദിച്ചതേ, ഈ ഒരു കുട്ടിയുടെ 3 മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു പ്രായം, അപ്പം ആ പ്രായത്തിലെ മതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഡേഞ്ചർ അല്ലേ? മതം പഠിപ്പിക്കുക എന്ന് മാത്രമല്ല, എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതും കൂടിയുണ്ട്. അപ്പം അതിന് കൃത്യമായിട്ട് എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ബോഡി തന്നെ വേണ്ട, ഒരു അന്വേഷണ ബോഡി തന്നെ വേണ്ടേ? ഈ 3 തൊട്ട് 6 വയസ്സ് വരെ ഞാൻ പഠിച്ചിട്ടില്ല. ഞങ്ങൾ 5-ാം വയസ്സ് തൊട്ടിട്ടാണ് മദ്രസ വിടുന്നത്. 5-ാം വയസ്സ് 5 to 6 years എന്നാണ് ഒന്നാമത്തെ ക്ലാസ്സാണ്. 1-ാം ക്ലാസ് നമ്മളെ പഠിപ്പിക്കുക ആലിഫ് ബാ എന്ന് പറഞ്ഞുകൊണ്ട് അറബ് ലിപിയാണ്. പിന്നെ അറബിയിൽ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക. രണ്ടാമത്തെ വർഷം തൊട്ടിട്ടാണ് എന്ത് സംഭവിക്കുക? 6-ാമത്തെ വയസ്സ് തൊട്ടാണ് ഈ ഖുർആൻ പഠിപ്പിക്കുക. അന്ന് ഞങ്ങളെ കാലഘട്ടത്തിൽ ഈ മൗലവിമാർക്ക് ഇതെന്താ സംഭവം എന്ന് അറിയില്ല. അവരിങ്ങനെ എന്തെങ്കിലും വന്ന് ഓതി നമ്മളെ പഠിപ്പിക്കുക, നമ്മളെ വ്യവഹാരം പഠിക്കുക, അത്രേ ഉള്ളൂ. എനിക്കത് ബുദ്ധിമുട്ടായതുകൊണ്ട് അർത്ഥം ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചത്. മനസ്സിലായില്ലേ? അപ്പോൾ മതം അങ്ങനെ പഠിപ്പിക്കുന്നൊന്നുമില്ല. ഞാനും നിങ്ങളൊക്കെ വളരുന്ന സാഹചര്യത്തിൽ നമ്മളെ മതം പഠിക്കുന്നുണ്ട്. അപ്പം ഒരു ഹിന്ദു കുട്ടിയാണെങ്കിൽ ആ കുട്ടി രാഹുൽ ഈശ്വർ പറയും നമുക്ക് ശനിയാഴ്ച അവധി ദിവസമാക്കണമെന്ന്. അതെനിക്കറിയില്ല. അവൻ അമ്മയുടെ അച്ഛൻ്റെ കൂടെ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, എഴുത്തിനിരുത്തുന്നുണ്ട്.
പിന്നെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഹിന്ദുക്കളൊരു ഗുണമെന്ന് വെച്ചാൽ, ഞാൻ കണ്ടൊരു ഗുണം, ഹിന്ദുക്കൾ നമ്മൾ മാത്രമാണ് ശരിയെന്ന് പറയുന്നില്ല. അത് കൊള്ളാം, നല്ല ഐഡിയ. നിങ്ങൾ ശരിയാവും, നമ്മൾ ശരിയാവും എന്ന് പറയുന്നു. ഞാൻ വേറൊരു ചോദ്യത്തിൽ വരാം. ഇപ്പം നമ്മുടെ സന്ദീപ് വാര്യർ, അദ്ദേഹം കോൺഗ്രസ് വിട്ടിട്ട് BJP-യിലേക്ക് പോകുമ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് വിഷം ചാന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു, അതായത് എന്താണോ BJP ഉത്തരേന്ത്യയിൽ ചെയ്യുന്നത് അതാവരുത് കേരളത്തിൽ ചെയ്യേണ്ടത് എന്നൊരു വിമർശനം ഉന്നയിച്ചിട്ടാണ്, അതൊരു ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിൽ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന BJP മുസ്ലിങ്ങളെ അടുപ്പിക്കാനായിട്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അതല്ല രാജീവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണകൾ മാറ്റണം. കാരണം വലിയൊരു വിഭാഗം മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള BJP എന്താണെന്ന് അറിയില്ല, ഫാസിസം എന്താണെന്ന് അറിയില്ല. ഫാസിസം എന്താണെന്ന് അറിഞ്ഞാലല്ലേ BJP ആണോ CPM അല്ല നമ്മളാണോ ഫാസിസ്റ്റ് തോന്നുന്നത് മനസ്സിലാവുള്ളൂ. ഞാൻ മനസ്സിലാക്കിയ എല്ലാവരുടെ ഉള്ളിലും ഫാസിസ്റ്റ് ഉണ്ട്. എല്ലാവരുടെ ഉള്ളിലും ഫാസിസ്റ്റ് ഉണ്ട്. ആ സെമിറ്ററി മതത്തിൽ ഫാസിസം കുറച്ച് കൂടുതലാണ്, ഹിന്ദുക്കളുടെ ഇടയിലാണ് കുറവ്. മനസ്സിലായല്ലോ. പിന്നെ സെമിറ്ററി മതങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്കതിൽ ഏറ്റവും ഇഷ്ടം ക്രിസ്തു മതമാണ്. ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ക്രിസ്തു മതം അല്ലെ ന്യൂ ടെസ്റ്റ്മെൻറ്റ്. അതിൽ ന്യൂ ടെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ലോകം ഏറ്റവും ശ്രേഷ്ഠമായ മതഗ്രന്ഥമെന്ന് ഞാൻ പറയും. അതിലൊരു തരത്തിലുള്ള അക്രമത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല, സ്നേഹിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. അത് ആ മതഗ്രന്ഥത്തെ പറ്റി മാത്രമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ച് നീതിഭാഗം ഭയങ്കരമാണ് നമ്മളെ ഗ്രന്ഥത്തിൽ. അതുപോലെ ഓരോ മതത്തിൽ, ഹിന്ദു മതത്തിനെ എന്തെങ്കിലും എടുത്തു നോക്കി കഴിഞ്ഞാൽ ആദ്യം തൊട്ടേ അത് ഈ സഹിഷ്ണുതയുടെ മതമാണ്. ഈ സെക്യുലറിസം എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഇന്ത്യയിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ കൊച്ചിയിലാണല്ലോ ജൂതന്മാരും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ പല സ്ഥലത്തും ഓടിച്ചപ്പോൾ ആദ്യം വന്നത്. അപ്പോൾ ഇവർക്ക് നായന്മാർക്ക് തുല്യമായ പദവിയാണ് ഇവിടുത്തെ രാജാക്കന്മാർ കൊടുത്തത്. അന്നൊക്കെ മറ്റു സ്ഥലങ്ങളിലും അന്യമതസ്ഥരെ ഓടിക്കുകയായിരുന്നു. അങ്ങനെയാണ് നിങ്ങളെ കൊച്ചിയിൽ ഈ പറയുന്ന സിറിയൻ കോപ്പർ പ്ലേറ്റ്, അതുപോലെ തന്നെ എന്താണ് തരിശാപ്പള്ളി ജൂയിഷ് കോപ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആളുകൾക്ക് പ്രത്യേക കോപ്പർ പ്ലേറ്റ് ഒന്നുമില്ല, പക്ഷേ ഇവിടെ ഹിന്ദു രാജാക്കന്മാരെല്ലാം കൂടി നമുക്ക് അവിടെ പള്ളി ഉണ്ടാക്കി തന്നിട്ടുണ്ട് കൊടുങ്ങല്ലൂർ. അല്ല, ഞാനത് അപ്പോഴും താങ്കൾ ഇത് എന്താണ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ BJP? രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ചെയ്യുന്നത്? രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, അതിപ്പോൾ ഗോപാലകൃഷ്ണനൊക്കെ മനസ്സിലാക്കിയെന്ന് എനിക്ക്, ഞാനും ഗോപാലകൃഷ്ണൻ വേണ്ടി ചർച്ചയ്ക്കുമ്പോൾ ഞങ്ങൾ ഭൂലോ അടിയായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗോപാലകൃഷ്ണൻ്റെ അടുത്ത സുഹൃത്താണ്. വന്നിട്ട് ഇങ്ങനെ കണ്ടതിന് മൊത്തം മുസ്ലിം വിമർശനം നടത്താൻ നിൽക്കരുത്. അങ്ങനെ ഏതെങ്കിലും മതത്തെ നിങ്ങൾ വിമർശിക്കാൻ തുടങ്ങിയാൽ, ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്ചറലി നോക്കുകയാണെങ്കിൽ ബൈബിളിനെ വെച്ച് ബാക്കി എല്ലാം നമുക്ക് വിമർശിക്കാനുള്ള സാധനമാണ്. ബൈബിൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, അതിനെ വെച്ച് ബാക്കി, അതിൽ തന്നെ ഫെമിനിസത്തിൻ്റെ വിമർശനം ഉണ്ട്. ബാക്കി എല്ലാത്തിനും നമുക്ക് വിമർശിക്കാനുണ്ട്. പിന്നെ ഓരോരോ മതങ്ങൾ ഓരോരോ കഷ്ടമൊക്കെ ഉണ്ടായിരുന്ന പ്രത്യേക സാഹചര്യത്തിലാണ്. അതിനെ ഉൾക്കൊണ്ടിട്ട് വേണം ആ മതത്തെ വിമർശിക്കാൻ, അല്ല ഗ്രന്ഥത്തെ വിമർശിക്കാൻ. അപ്പം BJPക്കാരെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ശക്തിപ്പെടുത്തുന്ന രീതിയിലാണ് സന്ദീപ് ഉൾപ്പെടെയുള്ള ആളുകൾ പല വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് മുസ്ലിങ്ങളെ കൂടുതൽ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ പറയുന്നതും ഇപ്പോൾ ഇവിടെയുള്ള സെക്യുലർ പാർട്ടികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പുറത്ത് പറയുന്നതും ആണ് ശരിയെന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്, എസ്പെഷ്യലി യൂത്തിനെ. മുസ്ലിംസിൽ ഇപ്പോൾ ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള എനിക്ക് മുസ്ലിം പെൺപിള്ളേരാണ്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ട്, അവർ സ്വതന്ത്ര ചിന്തകരാണ്. നമ്മുടെ മതത്തിലുണ്ടായ ഈ നിയന്ത്രണങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്നതും അതിനെതിരെ ഇന്റേണലി ഒരു റെവല്യൂഷൻ നടക്കുന്ന അവരുടെ മനസ്സിലാണ്. അവരുടെ ഇടയിൽ തന്നെ ഇസ്ലാമിക് ഫെമിനിസം എന്നുള്ള പുതിയൊരു ധാര ഉണ്ടായി വന്നിരുന്നുണ്ട്. അത് ഞങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന് ഖുർആൻ എന്ന് വെച്ചാൽ അള്ളാഹു വഴി നബിക്കുണ്ടായ വെളിപാടുകൾ. നമ്മൾ കോമരത്തിനൊക്കെ ഉണ്ടായത്, നിങ്ങൾക്ക് കോമര അറിയാലോ, നിങ്ങൾക്ക് കോമര അറിയാത്ത ആളുകൾക്ക് ആ കാന്താര സിനിമ ഉണ്ടാകും. അപ്പം വെളിച്ചപ്പാട് നിങ്ങൾ പറയുന്നു. അപ്പം അതേപോലെ ഉണ്ടായ വെളിച്ചപ്പാടല്ല, അരുളിപ്പാടുകളാണ്. അത് എന്നാണ് നമ്മളെ വിശ്വാസം. രണ്ട്, നബി ചര്യയാണ്. അതൊരു ലക്ഷത്തോളം ഹദീസുണ്ട് നബി ചെയ്തതും പോയതും പറഞ്ഞതൊക്കെ. അതായത് ഓരോ കോണ്ടക്സ്റ്റ്, യുദ്ധത്തിൻ്റെ കോണ്ടക്സ്റ്റ് നബി ഒന്ന് പറഞ്ഞിട്ടുണ്ട്, സമാധാനത്തിൻ്റെ കോണ്ടക്സ്റ്റ് വേറെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഹദീസുകൾ മൊത്തം കോൺട്രഡിക്ഷനാണ്. ഖുർആനിലും കോൺട്രഡിക്ഷൻ ഉണ്ട്, ഹദീസിലാണ് കൂടുതൽ. അപ്പം ഈ ഇസ്ലാമിക് ഫെമിനിസ്റ്റ് പെമ്പിള്ളേർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ ഖുർആൻ മാത്രമേ സീരിയസ് ആയി എടുക്കുള്ളൂ, ഹദീസ് സീരിയസ് ആയി എടുക്കില്ല എന്നുള്ളത്. അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വിങ്ങാണ്. പക്ഷേ അവരെയൊക്കെ തന്നെ ഈ ഗുജറാത്ത് കലാപം, അതുപോലെ തന്നെ അമിത്ഷായുടെ ചില സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ കാണിച്ചപ്പോൾ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അത് മാറിനെ BJPക്കാർ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ വന്നത് കുട്ടിക്കാലം തൊട്ട് RSS വരും. നിങ്ങളെ ഗോപാലൻകുട്ടി മാഷുണ്ടല്ലോ, എൻ്റെ വാപ്പാൻ്റെ സുഹൃത്താന് ശ്രീശൻ്റെ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ഞാൻ ഒരിക്കലും വാപ്പൻ കോൺഗ്രസ് നേതാവ് BJP ഓഫീസിൽ കയറി ചെന്നിട്ടുണ്ട്. അപ്പം വാപ്പ ശ്രീശനെ പരിചയപ്പെടുത്തി. അപ്പം ശ്രീശൻ്റെ വാപ്പ പെണ്ണും ആലോചിച്ചു. കാരണം ശ്രീശൻ വളരെ ലേറ്റായിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പം എന്നോട് ഒരു ദിവസം അപ്പം ആരോട് സംസാരിക്കുന്നില്ല, അപ്പം ശ്രീശന് പറ്റിയൊരു കൊച്ചിനെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം, ഒരു ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഞാനൊക്കെ അങ്ങനെ വന്നത്. അപ്പോൾ അത്തരം അന്തരീക്ഷം മറ്റുള്ളവർക്ക് ഉണ്ടായിക്കൊടുക്കും. കാണുന്നതിന് മൊത്തം ഇസ്ലാമിലേക്ക് അത് വിമർശിച്ചുകൊണ്ടിരുന്നാൽ, മുസ്ലിമിലേക്ക് അത് വിമർശിച്ചുകൊണ്ടിരുന്നാൽ, അത്രയുള്ള വിമർശനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഇവർ എന്തിനാ നമ്മളെ കൊണ്ടേ പോകും, നമ്മളെ വിവാദം ചെയ്താൽ വന്നവരെ തെറ്റിദ്ധാരണ മുസ്ലിങ്ങൾക്കുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് അതല്ല. പിന്നെ ഉത്തരേന്ത്യയിൽ എന്ന് വെച്ചാൽ ഉത്തരേന്ത്യ വേറൊരു കോണ്ടക്സ്റ്റാണ്. മുസ്ലിങ്ങൾ അക്രമാരികളായി വന്നിട്ട് ഒരുപാട് ഹിന്ദു രാജാക്കന്മാരെയൊക്കെ കൊന്നിട്ടുണ്ട്, ഹിന്ദു രാജാക്കന്മാർ പരസ്പരം കൊന്നിട്ടുണ്ട്, അതുകൊണ്ടേ. പക്ഷേ ഈ കോണ്ടക്സ്റ്റിൽ അതേ വരുള്ളൂ, ഇന്നത്തെ കോണ്ടക്സ്റ്റിൽ.
ബ്രിട്ടീഷുകാർ അത്തരം പാഠങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ആൻറ്റി മുസ്ലിം, ആൻറ്റി ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സംസാരത്തിന് ഒരു അസഹിഷ്ണുത ടോൺ വരും. കേരളത്തിൽ അതില്ലല്ലോ. കേരളത്തിൽ ഞങ്ങൾ വന്നത് കച്ചവടക്കാരായിട്ടാണ്. ഇവിടെ രാജാവ് ചേരമാൻ പെരുമാളും മതം മാറി അല്ലെങ്കിൽ സെൻറ്റ് തോമസ് ഇവിടെ വന്നെന്നുള്ളൊക്കെ കഥ മാത്രമാണ്, അത് ചരിത്രത്തിൽ തെളിവൊന്നുമില്ല. പക്ഷേ നായന്മാർക്ക് തുല്യമായ പദവി മലബാറിലെ മുസ്ലിങ്ങൾക്കും ഇവിടെ ജൂതന്മാരും ക്രിസ്ത്യൻസിനും കൊടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഹിന്ദു രാജാക്കന്മാരുടെ അണ്ടറിൽ അവരെ ലെഫ്റ്റനൻറ്റ് എന്നാൽ അവരെ അണ്ടറിൽ രണ്ടാമന്മാരായി സൂചിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ഇപ്പോഴും അതിനെ മാറ്റമില്ല കേരളത്തിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഹിന്ദുവിനെ വെക്കാൻ ഒരു കാരണമല്ല, ഇവിടെ ഹിന്ദുക്കൾക്ക് ഞങ്ങളെ വെക്കാൻ കാരണമല്ല. ആ ടിപ്പു സുൽത്താൻ വന്ന് ഇവിടെ വല്ല പടയോട്ടം നടത്തി ഞങ്ങൾ എന്ത് ചെയ്യാനാ? നമുക്ക് അറക്കൽ ആലി രാജാവുണ്ടായി, മൂപ്പര ഏതെങ്കിലും ഹിന്ദുക്കളെ കൊന്നോ? ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉത്തരേന്ത്യയിൽ ആ കോണ്ടക്സ്റ്റിൽ ഉത്തരേന്ത്യയെ പഠിച്ച് വളർന്ന ചില ആളുകൾ, അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോയി രാഷ്ട്രീയം കണ്ട് വളർന്ന ചില ആളുകൾ പറയുന്ന പോലെ ഇവിടെ നടപ്പിലാക്കാൻ നോക്കിയാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അതിൽ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇലക്ഷന് മത്സരിച്ച സമയത്ത് ഈ നമ്മളെ സുരേന്ദ്രൻ ഞങ്ങളെ നാട്ടുകാരനാണ്, നല്ല മനുഷ്യനാണ് കേട്ടോ. ഈ ഒരു കാര്യത്തിൽ മൂപ്പരോട് വിയോജിപ്പുള്ളൂ, വാപ്പാൻ്റെ സുഹൃത്തും കൂടിയാണ്. അപ്പം സുരേന്ദ്രൻ മറ്റേ ഗണപതി വട്ടം എന്ന് പറഞ്ഞ് സുൽത്താൻ ബത്താരിയുടെ പേര് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അത് ശരിയല്ല, കാരണം അത് സുരേഷ് ഗോപിനെ നെഗറ്റീവായി ബാധിക്കും. സുരേന്ദ്രൻ എന്നോടൊരു വിഷമം അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ തോന്നിയത്, കാരണം നമ്മളൊക്കെ സുരേഷ് ഗോപിയെ എങ്ങനെ ജയിപ്പിക്കാമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂപ്പർ അവിടുന്ന് ഈ പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളാണ് വലിയ ഇങ്ങനെ നാളെ മുസ്ലിംസിന് ഇട്ട് കൊടുത്താൽ നാളെ നമുക്കും കിട്ടില്ലേ എന്നുള്ള ഫീൽ അവർക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, ഞാൻ 2014 നമ്മൾ LDF അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പള്ളിയിൽ അച്ഛന്മാരൊക്കെ പോയി കണ്ടിരുന്നു. നമ്മളെന്തോ ഒരു ആളാന്ന് ഞാൻ തെറ്റിദ്ധരിച്ചെടുക്കുന്ന കാലമായിരുന്നു അന്ന്. പിന്നെ മനസ്സിലായി നമ്മളൊന്നും ഒരു സംഭവമല്ല. അപ്പം അന്നൊരു അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവരെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളെ മൈനോറിറ്റീസിൻ്റെ വോട്ട് വേണ്ട, അവർക്ക് ഹിന്ദുക്കളെ വോട്ട് മാത്രം മതി. അങ്ങനെ പിന്നെ നമുക്കെന്താണ് വില? അപ്പോൾ ഇത് മുസ്ലിംസിനെ മാത്രമല്ല ക്രിസ്ത്യാനിയെ കൊണ്ട് ഈ പേടി. പിന്നെ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ഇങ്ങനെയുള്ള ചില ആളുകൾ ഉണ്ട് എന്നല്ലാതെ അവർക്ക് ഉള്ളിൽ ഈ പേടിയില്ല. ആ ഭയം മാറ്റണമെങ്കിൽ ഓരോരോ പ്രദേശത്തിൻ്റെയും പൊതു സ്വഭാവം അനുസരിച്ചിട്ട് വേണം, അതായത് പ്രദേശത്ത് ഇടപെടാൻ. ഇവിടെ ചെയ്യുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ നല്ല രീതിയിൽ പോകുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ അങ്ങോട്ടും ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്ന വിഷവും RSS ഇപ്പം അങ്ങനെ പറയുന്നില്ല എന്ന് തോന്നുന്നു. എങ്കിലും ശശികല ടീച്ചറൊക്കെ ചില സമയത്ത് പറയും. അത്തരം വിഷങ്ങൾ തുപ്പുന്നത് നിർത്തിക്കളഞ്ഞാൽ മതി, പരസ്പരം മനസ്സിലാക്കിയാൽ മതി. അതിൽ ഈ രണ്ട് കൂട്ടത്തിലുള്ള ഈ പറയുന്ന ദേശദ്രോഹികളും ചതിയന്മാരും വഞ്ചകന്മാരും ഒക്കെ ആയിട്ടുള്ള ആളുകളെ നമ്മൾ തന്നെ ചെവിക്ക് പിടിച്ച് പുറത്തിട്ടാൽ മതി. പിന്നെ നമുക്ക് സ്വസ്ഥമായിരിക്കും, നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാമെന്ന്. നമ്മളെന്തിനാണ് വെറുതെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാൻ പോകും. താങ്കളുടെ ഒരു വ്യാഖ്യാനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ദേശീയത? ആരാണ് യഥാർത്ഥത്തിൽ ദേശസ്നേഹി? നമ്മളെ ഒരു പൊതുവായിട്ടുള്ള ശീലങ്ങളുടെ ഒരു സമാഹൃത രൂപമാണ് ദേശീയത. അപ്പോൾ ശീലങ്ങൾ എന്താ? നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം, നമ്മുടെ ഉപചാര രീതികൾ, നമ്മുടെ ഭാഷ, ഇതൊക്കെയാണ്. യൂറോപ്പിൽ ഓരോ ഭാഷയും ഓരോ രാജ്യമായി, പോളണ്ട്, അതുപോലെ തന്നെ ഹംഗറി, അങ്ങനെ ഓരോ ഭാഷയായി, ഫ്രാൻസ്, ഇംഗ്ലണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഗുരുജി പറഞ്ഞത് എന്താണ്, ഇന്ത്യനെ ഏകോപിപ്പിച്ചെടുത്ത പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അതിൻ്റെ സംസ്കാരമാണ്. അല്ലാതെ നിങ്ങൾ ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലാണ് കൂടുതൽ ബന്ധം, അഫ്ഗാനിസ്ഥാനിലുള്ള മുസ്ലിമും ബംഗാളിലുള്ള ഹിന്ദുവും തമ്മിലാണ് അല്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ പണ്ട് ഇസ്ലാമിൻ്റെ പേരും വന്ന് ഒരു രാജ്യം മേടിച്ചു പോയി. 25 വർഷം കഴിയുമ്പോഴേക്ക് ബംഗാളികൾ വേറൊരു രാജ്യമാക്കി. ഇപ്പോഴാണ് പാകിസ്ഥാനിലെ പുസ്തൂണുകളും ബലൂജികളൊക്കെ വേറെ രാജ്യം ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഒരു മതത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരുമിച്ചിക്കാൻ പറ്റില്ല. നമ്മളെ പൊതുവായിട്ടുള്ള സംഭവം എന്താ? സംസ്കാരം അല്ലേ? അപ്പോൾ ഞാൻ ഈ മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഈ റിഫോർമേഷനെ കൊണ്ടുവരാനും വിദ്യാഭ്യാസം കൊടുക്കാനും സ്ത്രീകളെ കൊണ്ട് സാരി ഉടുപ്പിക്കുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ച ആളുകളാണ്. ഞാൻ അവരെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴത്തെ പോക്ക് ഭയങ്കര കുത്തിത്തിരിപ്പാണ്. കാരണം സൗദി അറേബ്യയിൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവർ കരുതുന്ന ഒരു ഇസ്ലാമിലേക്ക് തിരിച്ചു പോകാനാണ് അവർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവർ നമ്മളെ ശീലങ്ങൾ അങ്ങനെ കൂടുതൽ നമ്മൾ പ്യൂരിറ്റാനിക് ആവണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പ്യൂരിറ്റാനിക് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ജീനിലൊക്കെ പോയി നമ്മൾ ഓപ്പറേഷൻ നടത്തേണ്ടി വരും. കാരണം എൻ്റെയൊക്കെ ജീനിൽ കുറച്ച് അറബി ഉണ്ടാവും, കുറച്ച് ഇന്ത്യനും ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞല്ല, ഡേവിഡ് റേക്കിൻ്റെ പഠനമുണ്ട്, ഒതൻറ്റിക് സ്റ്റഡീസാണ്. നമ്മുടെയൊക്കെ അമ്മമാരുടെ ജീൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ കറുത്ത് തിലകനെ പോലെ ഹൈറ്റ് കുറഞ്ഞ് ചുള്ളം മുടിയുള്ള ആളുകളാണ്. നമ്മുടെയൊക്കെ അച്ഛൻ്റെ ജീന്, എൻ്റെ അച്ഛൻ്റെ നിങ്ങളെ അച്ഛൻ്റെ അല്ല പറയുന്നത്, ഇപ്പം പൂർവികന്മാരുടെ അച്ഛൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ക്രോമസോം ഉണ്ടല്ലോ, ഒടുക്കത്തെ കലർപ്പാണ്. മനസ്സിലായി? ഒടുക്കത്തെ കലർപ്പാണ്. അപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ വെട്ടി മാറ്റേണ്ടി വരില്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ച് ദേശീയത എങ്ങനെയാണ്? ഇപ്പോൾ ഞാൻ ഒരാളെ തട്ടിപ്പോയത് തൊട്ട് തലയിലും, അതിപ്പോൾ മൊത്തം ഇന്ത്യക്കാരുടെ പൊതു രീതിയാന്ന് തോന്നുന്നു. ഒരു രാജീവൻ സാറുണ്ട്, എൻ്റെ ചേർത്തല എൻ്റെ കൂടെ പഠിപ്പിച്ചതാണ്. കളീൻ്റെ ഭാഷ ഇപ്പോഴത്തെ കളീൻ്റെ അർത്ഥം മാറി. ഞങ്ങൾ പണ്ട് കളീൻ്റെ ഭാഷ ഉണ്ട്, PT ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മാഷ് പറയുന്ന കാര്യമുണ്ട്, ഒരു കാരണവശാലും ഇന്ത്യക്കാർക്ക് വേൾഡ് കപ്പ് ഫുട്ബോൾ നേടാൻ പറ്റില്ല. ഞാൻ ചോദിച്ചു എന്ത് മാഷ്? നമ്മൾ എന്തെങ്കിലും സാധനം തട്ടിക്കഴിഞ്ഞാൽ
നമ്മൾ അത് എടുത്ത് നേരെ തലയിൽ വെക്കും, എന്നപ്പോൾ ഹാൻഡായി പോവില്ലേ. അപ്പോൾ ഞാൻ വെച്ചു മാഷെ ട്രെയിനിങ് കൊടുത്താൽ പറ്റും. അയാളുടെ ട്രെയിനിങ് കൊടുത്താൽ മാഷ് പറയുന്നത് അങ്ങനെ കുറച്ച് അങ്ങനെ ഭാര്യ ഡോക്ടറും നിങ്ങൾക്ക് അറിയണ്ടോ അങ്ങനെ കുറേ തിയറീസ് ഒക്കെ അറിയുന്നത്. എന്നോട് എന്താ സാധനം നമ്മളെ ബ്രെയിനിൽ ഇത് ഫീഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് 10,000 വർഷമായിട്ട്. അപ്പോൾ നമ്മളറിയാതെ ഒരു സാധനം കാലുകൊണ്ട് തട്ടുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വൈമനസ്യം വരും. അപ്പോൾ ഇതൊരു ഘടകമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുസ്ലിമാണ്. അപ്പോൾ മുസ്ലിമായിട്ട് ഹിന്ദു മുഖ്യധാരയുടെ ഭാഗം, ഹിന്ദു മുഖ്യധാരമാണ് ഇന്ത്യൻ മുഖ്യധാര ഭാഗ്യമായി എന്നെ നിർത്താൻ അങ്ങനെ ചില ശീലങ്ങളാണ്. ഈ ശീലങ്ങൾ മാത്രമേ നമ്മളെ യുണൈറ്റ് ചെയ്യുള്ളൂ. അതിപ്പോൾ എവിടെ എല്ലാവർക്കും ഒരുപോലെ. പക്ഷേ ഇനിയിപ്പോൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോറാണ് കഴിക്കുന്നത്, എന്നാൽ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ഇപ്പോൾ ചപ്പാത്തി കഴിക്കുന്നത്. അവരിന് ഞാൻ തമ്മിലൊരു ബന്ധവുമില്ല. അവരെ എന്നെയും കൂടി യോജിപ്പിക്കുന്നത് എന്താണ്, അള്ളാഹിലുള്ള വിശ്വാസം മാത്രമാണ്. അപ്പം അവരെയും പിന്നെ മതപരമായിട്ട് യോജിപ്പിച്ച് നിർത്തുന്ന കടം. പിന്നെ അവരെയും എന്നെയും കൂടി വേറെ രീതിയിൽ യോജിപ്പിച്ച് നിർത്തുന്നത് എന്താണ്, ഭാഷയാണ്. അവരുടെ ഭാഷ എന്ന് വെച്ചാൽ അതിൽ ഏതാണ്ട് 50 to 80% അവരുടെ വേർഡ്സും ഇന്ത്യൻ ഒറിജിനാണ്. അവരെന്നെ പോലെ തൊട്ട് തലയിൽ വെക്കുമെന്ന് എനിക്കറിയില്ല, ഒറിജിനാണ്. ഇപ്പോൾ കേരളത്തിലുള്ള മലയാളി എന്ന രീതിയിൽ നമുക്കൊരു ദേശീയ ബോധമുണ്ട്. ആ ദേശീയ ബോധമാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. അത് അഡ്വക്കേറ്റ് ജയശങ്കറാണ് അത് ഭയങ്കര ഫേമസ് ആക്കിയത്. ചപ്പാത്തി അല്ല, നമ്മൾ ചോറ് കഴിക്കുന്ന മലയാളിക്ക് മനസ്സിലാവുന്ന മൂപ്പരൊരു പ്രയോഗമുണ്ട്. ചോറാണ് നമ്മുടെ ദേശീയത. അപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു വലിയ ദേശീയതയായി നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ ശക്തരാകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ദേശീയത ആയി നമ്മൾ നിലനിർത്തണമെങ്കിൽ ഒരു കോമൺ ഫാക്ടർ വേണം. അത് നമ്മുടെ സംസ്കാരമാണ്. ആ സംസ്കാരം ഏറെയും കുറഞ്ഞ അളവിൽ എൻ്റെയും നിങ്ങളെ എല്ലാം ഉള്ളിലുണ്ട്, നമ്മുടെ ശരീരത്തിലുണ്ട്, നമ്മുടെ ഭാഷയിലുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ശീലങ്ങളിലുണ്ട്. അത് ആരാണ് ശരിയായ ദേശീയവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം വേരുകൾ മനസ്സിലാക്കുന്നവരാണ് ശരിയായ ദേശീയവാദി എന്ന് പറയുന്നത്. സ്വന്തം വേരുകൾ അറിയണം. അപ്പം ഞാൻ ആസ് എ മുസ്ലിം ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ അറബി കല്യാണം നടന്നിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തലമുറ നടന്നു കാണാൻ സാധ്യതയുണ്ട്. അല്ലെ എനിക്കൊന്നും ഈ കളർ വരില്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, അപ്പോൾ നമ്മളെല്ലാവരും കാര്യം ഫാക്ടറാണ്. നമ്മൾ വെറുതെ കറുത്ത് ചുള്ളമുടിയുള്ള ആളുകളാണ് ഈ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത്തരം മറ്റുള്ള അറബികൾ കല്യാണം കഴിച്ചതെന്നല്ല ഞാൻ പറഞ്ഞത്. സിറിയൻ ക്രിസ്ത്യൻസ്, സിറിയ എന്ന് പറഞ്ഞ കുറച്ച് ആളുകളുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കച്ചവട ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറയുന്ന ഹൈകാസ്റ്റ് ഹിന്ദുസ് എന്ന് വെച്ചാൽ അവർക്ക് സെൻട്രലൈസേഷൻ സ്റ്റെപ്പുകളുമായിട്ട് നല്ല ബന്ധമുണ്ടെന്നാണ് ജനറ്റിക്കൽ സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ നമ്മൾക്കെല്ലാം ഇത് ബാധകമാണ്. അപ്പം വേരുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ മതപരമായ സ്വത്വത്തിലേക്ക് മാത്രമായി പോയാൽ നിങ്ങൾ ആരാവും? നിങ്ങളെ സ്വന്തം നാട്ടിൽ നിങ്ങൾ ഒറ്റപ്പെട്ടവനാവും. അത് പിന്നെ ഇസ്ലാമോ ഫോബിയ, ക്രിസ്ത്യൻ ഫോബിയ, ഇന്ത്യൻ ഫോബിയൊക്കെ ആയിട്ട് മാറും. നിങ്ങൾ സമഗ്രമായി നിങ്ങളെ കാണണം. ഒരു കണ്ണാടിന് മുന്നിൽ മൊത്തം നോക്കുക, എന്നിട്ട് ചുറ്റുമുള്ള ആളുകളെ നോക്കുക. അവരൊക്കെ ഏതാണ്ട് നിങ്ങളെപ്പോലെ ഉണ്ട്. അല്ലാതെ മുസ്ലിങ്ങളെല്ലാവരും നിങ്ങളെപ്പോലെ, ക്രിസ്ത്യാനികളെല്ലാവരും നിങ്ങൾക്ക് ഓപ്പോസിറ്റ് അല്ല, നിങ്ങളെപ്പോലെ അല്ലാന്ന് കരുതരുത്. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ പണ്ട് വെള്ളാപ്പള്ളി ഒരു പള്ളിയിലച്ഛൻ ഈ ചൊവ്വന്മാർ നമ്മളെ പെമ്പിള്ളേർ അടിച്ചു കൊണ്ടുപോകുന്നു എന്നൊരു പ്രസ്താവന നടത്തി എന്ന് വെള്ളാപ്പള്ളി പറയും. അതിന് പകരം മൂപ്പര് മറുപടിയും കൊടുത്തിട്ടുണ്ട്. എനിക്ക് വെള്ളാപ്പള്ളിന് ഇഷ്ടം എങ്ങനെ ഇതുകൊണ്ടാണ് മൂപ്പർ ഇങ്ങനെ ചില മറുപടി വന്നത്. മൂപ്പർ പറഞ്ഞ് ആ അച്ഛൻ പോയിട്ട് അവിടെയുള്ള അന്നത്തെ ബിഷപ്പ് ഉണ്ടായി, ആ പിതാവിനെ നമ്മളെ മണിയാശാനെ നോക്കുക, രണ്ടും ഒരേപോലെ അല്ലേ. ആ വെള്ളാപ്പള്ളിയുടെ ഉത്തരത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരവുണ്ട്. നമ്മളെ സമഗ്രമായി കാണണം. നമ്മുടെ സാംസ്കാരികമായ വേരുകൾ ഹിന്ദു, എൻ്റെ ആസ് എ മുസ്ലിം എൻ്റെ സാംസ്കാരികമായ വേരുകൾ ഹിന്ദുയിസത്തിൽ കൂടി അധിഷ്ഠിതമാണ്. എൻ്റെ മതപരമായ വേരുകൾക്ക് കൂടുതൽ അടുപ്പം എന്തിനോടാണ്? അറേബ്യയായിട്ടുമാണ്. പക്ഷേ അന്ന് പ്രവാചകൻ്റെ കാലത്ത് തന്നെ ഞങ്ങളെ മതം ഇവിടെ എത്തിയെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞാൻ അടുത്ത വിദ്യാർത്ഥി ഇത് അംഗീകരിക്കുന്നില്ല. 8-ാം നൂറ്റാണ്ടിലേക്കാണ് ഇസ്ലാം ഇവിടെ എത്തിയെന്നുള്ളത് നമുക്ക് തെളിവുള്ളൂ. പക്ഷേ നമ്മുടെ ആളുകൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകനില്ലാത്ത അന്ന് പ്രവാചകൻ നിങ്ങളോട് ആരോടെങ്കിലും ഈ അറബികളെ ഡ്രസ്സ് ഇടാൻ പറഞ്ഞു? ഇല്ലല്ലോ. ഇവരിവിടെ മുണ്ട് ശബ്ദം കെട്ടല്ല നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രവാചകൻ പറയാത്ത കാര്യം മറ്റുള്ളവരൊന്നും നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ സാംസ്കാരികമായ സത്വം ഇവിടെയായിട്ട് ബന്ധപ്പെട്ടതാണ്. മതപരമായ സത്വത്തിന് കൂടുതൽ ബന്ധം അറേബ്യയായിട്ടാണ്. അതേസമയം തന്നെ ഞങ്ങൾ സുന്നി മുസ്ലിങ്ങളുടെ ഇടയിൽ നേർച്ച, ഈ ചന്ദനക്കുട ഇങ്ങനെയുള്ള സംഭവം ഒന്നും അറേബ്യയിലില്ല. അത് ഇന്ത്യൻ ഹിന്ദു ട്രഡീഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർ കുരിശ് മാത്രമല്ല വെക്കുക, അതിൻ്റെ അടിയിൽ നിലവിളക്കും വെക്കും. അത് എവിടുന്ന് വന്നാണ്? അത് ഇവിടുന്ന് വന്നാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പിന്നെ നമ്മളെ കണ്ണാടി നോക്കി നമ്മുടെ ശരീരമൊക്കെ നോക്കിയാൽ മതി, ചുറ്റുപാട് നോക്കിയാൽ മതി. എന്നെ കണ്ടാൽ ഇമ്രാൻ ഖാനെ പോലെ തോന്നുന്നു? ഇല്ലല്ലോ.